ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ഉയിർപ്പിലാണ് ജീവിതത്തിൻ്റെ അനശ്വരത എന്ന് ഓർമ്മിപ്പിച്ച ഈസ്റ്ററിനോടൊപ്പം തന്നെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ശ്രീ ഫ്രാൻസിസ് മാർപ്പാപ്പയ കാലം ചെയ്തിരിക്കുകയാണ്. കനിവിൻ്റെ മുഖമായിരുന്നു അദ്ദേഹം, പ്രത്യാശയുടെ പിതാവുമായിരുന്നു. അർജൻറ്റീനയിൽ നിന്നെത്തി ആഗോള കത്തോലിക്ക സഭയുടെ നടുനായകത്വം വഹിച്ച് ഓരോ ചുവടിലും പരസ്നേഹത്തിൻ്റെയും ദയയുടെയും അനുകമ്പയുടെയും കരുതൽ നിറച്ച ഒരു വ്യാഴവട്ടകാലമാണ് കത്തോലിക്ക സഭയെ നയിച്ചത്. അർജൻറ്റീനയിലെ അതിസാധാരണമായ ബാല്യം സമ്മാനിച്ച നോവറിവുകളും ഈശോ സഭാ വൈദികൻ എന്ന നിലയിൽ ആർജിച്ച ലാളിത്യവും ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ആധ്യാത്മിക ആചാര്യൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. സഭാനായകരുടെ ഇടയിൽ അദ്ദേഹത്തിനെ വേറിട്ട് നിർത്താനായതും മനുഷ്യപ്പറ്റുള്ള ഈ സമീപനങ്ങൾ തന്നെ. വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലെ ആഡംബരങ്ങൾ വേണ്ടെന്ന് വെച്ച് പകരം അതിഥി മന്ദിരത്തിലെ മുറികൾ സ്ഥിരവാസത്തിന് തിരഞ്ഞെടുത്തു. അലങ്കാര ചേലുകളില്ലാത്ത കുപ്പായങ്ങൾ അണിഞ്ഞു. അധികാര ചിഹ്നമായ മോതിരത്തിൽ സ്വർണം ഒഴിവാക്കിയും ഫ്രാൻസിസ് മാർപ്പാപ്പ വരച്ചിട്ടത് അനന്യമായ ലാളിത്യത്തിൻ്റെ മുഖചിത്രങ്ങളാണ്. നിലപാടുകളിലെ ധീരത മതാചാര്യഗണത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേറിട്ട വഴി അടയാളപ്പെടുത്തി. ധാർമ്മികതയുടെ അംശവടി മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ചലനാത്മകമായ നവലോകക്രമത്തിന് യോജ്യമായ ആശ്രയഗതികളാണ് അദ്ദേഹം പങ്കുവച്ചത്. കത്തോലിക്ക സഭയുടെ ഭരണ സ്ഥിരാകേന്ദ്രമായ വത്തിക്കാനിലെ പ്രധാന ചുമതലകളിൽ സ്ത്രീകളെ നിയോഗിച്ചും അദ്ദേഹം കാലത്തിൻ്റെ ചുവരെഴുത്തുകൾക്കൊപ്പം നിന്നു. മതിൽ കെട്ടിയും വിമാനത്തിൽ കയറ്റിവിട്ടും അഭയാർത്ഥികളെ ആട്ടിപ്പായിച്ച US നിലപാടിനെ വിമർശിക്കാൻ നാവ് ഉയർത്തിയ മാർപ്പാപ്പ മതിലുകളല്ല പാരസ്പര്യത്തിൻ്റെ പാലങ്ങളാണ് പണിയേണ്ടതെന്ന് ആഹ്വാനം ചെയ്ത് മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തത വിളംബരം ചെയ്തു. കാലാവസ്ഥാ മാറ്റം മനുഷ്യനിർമ്മിതമാണെന്ന് ആവർത്തിച്ച പാപ്പ മനുഷ്യരുടെ കരച്ചിലിന് മാത്രമല്ല ഭൂമിയുടേതിനും ലോകം കാതോർക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിട പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിനൊക്കെ പ്രാപ്തമാക്കിയ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രക്കൂറിനെ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് വിശകലനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 1936 ഡിസംബർ 17 തിരുവോണം നക്ഷത്രജാതനായിട്ട് അർജൻറ്റീനയിലെ ബ്യൂണസ് ഐറിസിൽ റെയിൽവേ തൊഴിലാളിയായ മറിയോ ജോസ് ബെർഗോളിയോയുടെയും സാധാരണക്കാരിയായ വീട്ടമ്മ മരിയ സിവോറിയയുടെയും 5 മക്കളിൽ ഒരാളായാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേത്. അപ്പം അദ്ദേഹത്തിന് തിരുവോണ നക്ഷത്രജാതനാണ്. മകരക്കൂറിൽപ്പെട്ട തിരുവോണം നക്ഷത്രത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. ചന്ദ്രക്കൂറിൻ്റെ അധിപനായ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് 2 ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചന്ദ്ര ലഗ്നാധിപൻ ബലവാനാണ്. നമ്മൾ തിരുവോണം നക്ഷത്രജാതരുടെ കാര്യം പരിശോധിച്ചാൽ തിരുവോണം നക്ഷത്രജാതർ കുലീനത, ദാനശീലം, നിരന്തര പ്രയത്നശീലം, പരോപകാര തൽപരത എന്നീ ഗുണങ്ങളോട് കൂടിയവരായിരിക്കും. നല്ല സംഭാഷണങ്ങളിലൂടെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമുണ്ടായിരിക്കും. അതിയായ ഉത്കർഷേച്ഛയുള്ളവരുമാണിവർ. പൊതുവെ സ്വദേശത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും അതുമൂലമുള്ള പിശുക്കും ഇവരുടെ പ്രത്യേകതയാണ്. പ്രതിസന്ധികളിലും ഇവർ കഠിനമായി പ്രയത്നിച്ച് മുന്നേറുന്നു. ജീവിതത്തിനൊരു അടിത്തറ വേണമെന്ന ആഗ്രഹത്തോടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടും. ന്യായമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഗുണമാണ്. ഭക്ഷണകാര്യങ്ങളിൽ ഇവർ തങ്ങളുടേതായ താല്പര്യം പുലർത്തുന്നു. ആദർശനിഷ്ഠമായ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും സർവ്വകാര്യങ്ങളിലും വൈകി മാത്രം നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്ന നക്ഷത്രജാതരാണ് ഇവർ. മാർപ്പാപ്പയുടെ ജീവിത നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ ചില ഇതിൽ ഏറിയ പങ്കും അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ദശാകാലങ്ങളിലൂടെ പോവുകയാണെങ്കിൽ തിരുവോണ നക്ഷത്ര ജാതർക്ക് ആദ്യം ചന്ദ്രദശയാണ് നടക്കുന്നത്. ഈ ചന്ദ്രനാണെങ്കിൽ പക്ഷഫലമില്ലാതെ നിൽക്കുന്ന ഒരു ചന്ദ്രനാണ്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലം അത്ര സുഖകരമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്തെന്നാൽ ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ഉപേക്ഷിച്ച് അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രശ്നങ്ങളും മൂലം ഇറ്റലിയിൽ നിന്ന് അർജൻറ്റീനയിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ ഒരംഗമായിരുന്നു അദ്ദേഹം. എല്ലാം ഉപേക്ഷിച്ച് നാട് വിടേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം.
ചുറ്റും കൊടുങ്കാറ്റും ചുഴികളും വേണ്ടത്ര ആഹാരം പോലും ഇല്ലാതെ പലരും രോഗികളായ ഒരു സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം. ദൈവത്തിൽ മാത്രം അഭയം തേടി പ്രാർത്ഥനകളിൽ ഒരുമിക്കുകയും പ്രതിസന്ധികൾ മറികടന്ന് കര അണയാനുള്ള ആ ഒരു ശക്തി പ്രാർത്ഥനകളിലൂടെ നേടുകയും ചെയ്തൊരു സമയമായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ആ ഒരു തെറുവാഴ്ച അദ്ദേഹത്തിന് വളരെ ദയനീയമായൊരു ബാല്യകാലം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി എന്നും ഒരു അഭയമായിട്ട് അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നു. ഈ മുത്തശ്ശിയിൽ നിന്ന് അദ്ദേഹത്തിന് ദൈവവിശ്വാസം, ദയ, സഹാനുഭൂതി തുടങ്ങിയ ഗുണങ്ങൾ കിട്ടുകയും ചെയ്തു. ആ ചന്ദ്രൻ്റെ ആ ഒരു ശുക്രയോഗമായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടാൻ സാധ്യതയായത്. പിന്നീടന്ന് അദ്ദേഹത്തിന് വന്ന ദശയെന്ന് പറയുന്നത് കുജദശയാണ്. അതായത് 15 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ തന്നെ ഈ കുജദശ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ കുജൻ അതിൻ്റെ ശത്രുക്ഷേത്രമായ കന്നിയിലാണ് നിൽക്കുന്നത്. അപ്പം അതും അദ്ദേഹത്തിന് അത്ര സുഖകരമായ ജീവിതമൊന്നുമായിരുന്നിരിക്കില്ല കിട്ടിയിരുന്നത്. എന്നാലും അദ്ദേഹത്തിന് സ്നേഹപൂർണ്ണമായ ഒരു കുടുംബാന്തരീക്ഷവും മികച്ച സാമൂഹിക ബന്ധങ്ങളുമൊക്കെ ഈ ബാലനുണ്ടായിരുന്നു എന്ന് വേണം കരുതുവാൻ. ഈ കുജൻ്റെ ആ ഒരു ധൈര്യവും വീര്യവുമൊക്കെ അദ്ദേഹത്തിനെ ഒരു മികച്ച ഫുട്ബോൾ ആരാധകനാക്കി മാറ്റി എന്ന് വേണം കരുതാൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ദശയെന്ന് പറയുന്നത് രാഹു ദശയാണ്. 12-ൽ നിന്ന് രാഹു അത്ര ഗുണഫലമല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന് ക്ലേശങ്ങൾ, അതായത് ആരോഗ്യ ക്ലേശങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കി. എന്നാൽ ഇതിൻ്റെ ആ വ്യാഴയോഗം കാരണം അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഒരു രസതന്ത്രം മുഖ്യ വിഷയമായി പഠിച്ച് അദ്ദേഹം ഒരു കെമിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നൊരു സമയമാണത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ 21-ാം വയസ്സിൽ അദ്ദേഹത്തിനൊരു ദൈവവിളി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം പുരോഹിത പരിശീലനങ്ങളിലേക്ക് തിരിയുകയും 57-ൽ സെമിനാരി ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം രോഗബാധിതനായി. ഈ രാഹു 12-ലെ രാഹു, ചന്ദ്രാൽ 12-ലെ രാഹു ആയിരിക്കണം അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം, ഗുരുതര രോഗത്തിന് ഇടയാക്കിയത്. പിന്നീട് കനത്ത അണുബാധയെ തുടർന്ന് നവംബറിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം തന്നെ മുറിച്ച് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഒരു രാഹു ദശയിൽ അദ്ദേഹം ഒരു മരണവക്കത്ത് നിന്ന് തന്നെ അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ആ ഒരു വിഷമത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ചത് സിസ്റ്റർ കൊർണോലിയയും മറ്റ് ആതുര ശുശ്രൂഷകരുമാണ് എന്ന് അദ്ദേഹം പലപ്പോഴും നന്ദിയോടെ അനുസ്മരിച്ചിട്ടുണ്ട്. ചന്ദ്രാൽ 12-ലെ രാഹുസ്ഥിതി അദ്ദേഹത്തെ ഒരു പ്രവിദ്യായോഗത്തിലേക്ക് നയിച്ചു എന്ന് വേണം ചിന്തിക്കുവാൻ. ചന്ദ്രാൽ 12-ലെ ഗ്രഹബാഹുല്യവും അദ്ദേഹത്തെ ഈ സന്യാസ ജീവിതത്തിന് പ്രേരകമായി എന്ന് വേണം ചിന്തിക്കുവാൻ. ഈ ഒരു രാഹുസ്ഥിതി അദ്ദേഹത്തിന് ഒരു മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നതുമാണ്. 69 കാലഘട്ടമായപ്പോഴത്തേക്കും ചന്ദ്രാൽ 12-ാം ഭാവാധിപൻ്റെ ദശയിൽ, അതായത് വ്യാഴദശയിൽ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. വ്യാഴദശയെന്ന് പറഞ്ഞാൽ 16 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വ്യാഴം സ്വക്ഷേത്ര ബലവാനായാണ് നിൽക്കുന്നത്. ആ ഒരു വ്യാഴദശത്തിൽ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുകയും 1973-ൽ ഈശോസഭ അർജൻറ്റീന ഉറുഗ്വായ് പ്രൊഫഷണൽ സുപ്പീരിയറായിട്ട് അർജൻറ്റീനയിലെ ഏകാധിപത്യ ഭരണകാലത്ത് പട്ടാള ഭരണകൂടം വേട്ടയാടിയ ഒട്ടേറെ പേർക്ക് ബെർഗോളിയോ സെമിനാരിയിൽ അഭയം നൽകുകയും രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു ഇദ്ദേഹം. അങ്ങനെ ആ ഒരു വ്യാഴദശ അദ്ദേഹത്തിന് ഒരു 80-കളുടെ മധ്യം വരെയെങ്കിലും നിലനിന്നിരുന്നിരിക്കണം. അങ്ങനെ അദ്ദേഹം അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ശനിയുടെ ദശ, ഈ ശനി അദ്ദേഹത്തിന് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയാണ്, ചന്ദ്രലഗ്നത്തിൻ്റെ അധിപനുമാണ്. ഈ ശനിയുടെ ആ ഒരു സമയം 2001 കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെട്ടു. ഈ ഒരു ശനിദശ അദ്ദേഹത്തിന് നന്നായിരുന്നു എന്ന് വേണം കരുതുവാൻ. പിന്നെ അദ്ദേഹത്തിന് നിപുണയോഗം ചെയ്ത് നിൽക്കുന്ന ബുധദശയും അദ്ദേഹത്തിന് ഏറെ ഗുണകരമായി. 2013-ൽ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആഡംബരങ്ങളും സമ്പത്തും എല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു. 12-ൽ നിൽക്കുന്ന ആ ഒരു ബുധൻ്റെ ഒരു വിശേഷമായിരുന്നിരിക്കണം. വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ സാധിച്ചു. ഈ ഒരു ബുധദശയിൽ അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള പ്രവണതയെ അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചു. വിവിധ പ്രദേശങ്ങളിലെ അഭയാർത്ഥികളെ നേരിൽ കണ്ട് അദ്ദേഹം ആശ്വസിപ്പിച്ചു. അവരുടെ കാൽ കഴുകി. നറുപുഞ്ചിരിയുമായിട്ട് സാന്ത്വന സന്ദേശം പകർന്ന് അദ്ദേഹം ലോകം ചുറ്റി. ജനതയും രാഷ്ട്രങ്ങളും തമ്മിലുള്ള വിദ്വേഷങ്ങളുടെ മുറിവുണക്കാൻ മധ്യസ്ഥനായി എങ്ങും അദ്ദേഹം ഓടിയെത്തി.
അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം കേതു ദശയുടേതായിരുന്നു. ഈ കേതു ചന്ദ്രാൽ രോഗസ്ഥാനമായ 6-ാം ഭാവത്ത് നിൽക്കുകയും ചെയ്യുന്നു. കേതുസ്ഥിത രാശിയധിപനാവട്ടെ ചന്ദ്രാൽ വ്യയസ്ഥാനമായ 12 സ്ഥിതിയുമാണ്. ഈ ഒരു കേതുദശ അദ്ദേഹത്തിന് രോഗാദി ക്ലേശങ്ങൾ ഉണ്ടാക്കുകയും 2025 ഏപ്രിൽ 21 മാർപ്പാപ്പ ലോകത്തോട് വിടവാങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിച്ചാൽ ചന്ദ്രന് ഇരുവശവും നിൽക്കുന്ന ദുരിതര യോഗകർത്താക്കളായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ശനിയുടെയും ബുധൻ്റെയും ദശയാണ് അദ്ദേഹത്തെ ലോകത്തിൻ്റെ ഉന്നതിയിലെത്തിച്ചതെന്ന് കാണാം. യുദ്ധവും ഹിംസയും വെറുപ്പും വിതച്ചുകൊണ്ടിരിക്കാതെ കൂടുതൽ നീതിയും സാഹോദര്യവുമുള്ളൊരു നവലോകം സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോക ജനതയുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു. കുട്ടികളോടും യുവാക്കളോടും അവരുടെ ഭാഷയിൽ പാപ്പ സംവദിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊണ്ടു. ഏത് മേഖലയിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾക്കായിട്ട് ലോകം കാതോർത്തു. പാപ്പയുടെ നിലപാടുകളുടെ അടിസ്ഥാനം സ്നേഹവും കരുണയും മാത്രമായിരുന്നു താനും. എളിമയും ലാളിത്യവും മേലങ്കിയാക്കി പുരോഗമന നിലപാടുകൾ പടച്ചട്ടയാക്കി സൗമ്യശോഭയിൽ വിശ്വാസി സാഗരത്തെ നയിച്ചൊരിടയൻ വിടവാങ്ങുമ്പോൾ ലോകമനസ്സിൽ ഒരൊറ്റ ചിത്രമേയുള്ളൂ. സ്നേഹസമ്പന്നനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മിഴിവാർന്ന ചിത്രം. മായാതെ മങ്ങാതെ ആ ഫ്രാൻസിസ് ചിത്രം എന്നും വിശുദ്ധമായി പ്രകാശിക്കട്ടെ. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.